ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരിയ ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 12-ാമത്തെ അധ്യായം 37-ാമത്തെ വചനത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുക: ജനക്കൂട്ടം സന്തോഷപൂർവ്വം അവൻ്റെ വാക്കുകൾ ശ്രവിച്ചു. ഈശോയുടെ പഠനത്തിൽ ജനക്കൂട്ടം ആകൃഷ്ടരായി എന്ന് മാത്രമല്ല, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അവർ ഈശോയെ ശ്രവിച്ചത്. ഇന്ന് നീ നിൻ്റെ ജീവിതത്തിലേക്കൊന്ന് നോക്കാവോ? ദൈവവചനം എത്രയോ കാലമായിട്ട് നിൻ്റെ പക്കലുണ്ട്. നീ വചനം വായിക്കുന്നു, വചനം പഠിക്കുന്നു, വചനം ശ്രവിക്കുന്നു, വചന ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നു. എത്രമാത്രം സ്നേഹത്തോടും താല്പര്യത്തോടും സന്തോഷത്തോടും കൂടിയാണ് നീ നിൻ്റെ ജീവിതത്തിലേക്ക് ദൈവവചനത്തെ സ്വീകരിക്കുക. സന്തോഷത്തോടു കൂടി വചനം സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അഭിഷേകം ആ ജനക്കൂട്ടത്തിന് മേലെ ഉണ്ടായിട്ടുണ്ട്. നിൻ്റെ മേലെ ഈ വചനത്തിൻ്റെ അഭിഷേകം എത്രത്തോളം ഉണ്ടായതായിട്ട് നിനക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് ജീവിതത്തിലേക്ക് നീ തിരിഞ്ഞു നോക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വചനത്തിൽ സന്തോഷിക്കുവാനായിട്ട്, വചനത്തിന് വേണ്ടി ജീവിതത്തെ ഒരുക്കുവാനായിട്ട് ഈ വ്യക്തിക്ക് നീ കൃപ നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.